ഹലോ മക്കളെ, അപ്പം നമ്മൾ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ 4th പാർട്ടാണെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തെർമോ കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയായിരുന്നു. അതായത് ഹീറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള റിയാക്ഷൻസ്. ചില റിയാക്ഷൻസ് നടക്കണമെങ്കിൽ ഹീറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അതായത് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടേ ചില റിയാക്ഷൻസ് നടക്കുകയുള്ളൂ. ചില റിയാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ പുറത്തേക്ക് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യും. അബ്സോർബ് ചെയ്യുന്നതിനെ നമ്മൾ എൻഡോതെർമിക് എന്നും ലിബറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്നും വിളിച്ചു അല്ലേ. ഇനി നമ്മൾ വേറെ 2 ടൈപ്പ് റിയാക്ഷൻസ് പഠിക്കും. അതിൽ ആദ്യത്തേതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പം എന്താണെന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമുക്കൊരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മളൊരു വാഷ് ഗ്ലാസ് എടുക്കും. വാഷ് ഗ്ലാസ് ഒരു ഗ്ലാസിൻ്റെ ഒരു ചെറിയൊരു പാത്രം പോലുള്ളൊരു സാധനം. അതിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ AgNO3 സൊല്യൂഷൻ. ഇതാണ് സിൽവർ നൈട്രേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല. അതും സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ആരാന്നറിയാമോ? നമ്മൾ കറിയിലൊക്കെ ഇടുന്ന ഉപ്പ്, അതാണ് സോഡിയം ക്ലോറൈഡ്. ഇത് 2 സൊല്യൂഷനും കൂടി ഈ വാഷ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിടുക. അതിനുശേഷം 2 കഷ്ണം കോട്ടൺ എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു കോട്ടനെ നമ്മൾ ഒരു ബ്ലാക്ക് പേപ്പർ വെച്ച് പൊതിഞ്ഞ് വെക്കുക. വേറൊരെണ്ണത്തിനെ ഒന്നുകൊണ്ടും പൊതിയാതെ തുറന്ന് വെക്കുക. ഓക്കെ. അപ്പോൾ വാഷ് ഗ്ലാസ്സിൽ നമ്മൾ സിൽവർ നൈട്രേറ്റിനെയും സോഡിയം ക്ലോറൈഡിനെയും മിക്സ് ചെയ്തു. ആ മിക്സ് ചെയ്തതിലേക്ക് 2 കോട്ടൺ ബോളുകൾ മുക്കി അതിലൊരെണ്ണം കറുത്ത പേപ്പർ കൊണ്ട് പൊതിഞ്ഞു വെച്ചു, വേറൊരെണ്ണം ഓപ്പണായിട്ട് തുറന്നു വെച്ചു. അപ്പോൾ എന്താണ് ഒബ്സർവേഷൻസ് കാണുന്നതെന്നാണ് ചോദ്യം. നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഈ തുറന്ന് വെച്ച കോട്ടൺ കറുത്ത കളറായിട്ട് മാറുന്നത് കാണാം. പക്ഷെ ഈ കറുത്ത പേപ്പർ വെച്ച് കവർ ചെയ്ത് വെച്ച കോട്ടൺ അതേപോലെ വെള്ള കളർ, പഞ്ഞിയില്ലേ, പഞ്ഞിയാണ് ഉദ്ദേശിക്കുന്നത്, പഞ്ഞിയുടെ വെള്ള കളറിൽ തന്നെ ഇരിക്കും. അപ്പോൾ തുറന്ന് വെച്ചതിന് എന്തോ സംഭവിച്ചു, അതാണ് അത് കറുത്തു പോയത് അല്ലേ. അടച്ചു വെച്ചതിന് ഒന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് അത് അതേപോലെ തന്നെ ഇരുന്നു. അപ്പോൾ ഇവിടെ ആരാണ് ഇതിന് കാരണക്കാരൻ? ഇയാൾ കറുത്തു പോകാൻ, കറുത്ത കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആവാൻ കാരണക്കാരനായത് എന്ത് എനർജിയാടാ? പുറത്ത് വെച്ചപ്പോൾ അവിടെ ലൈറ്റ് ഉണ്ടായി. അപ്പോൾ ഇതിന് കാരണക്കാരനായിട്ടുള്ള എനർജി ലൈറ്റ് എനർജിയാണ്. ഓക്കെ. ഇനി ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ എടുത്ത സിൽവർ നൈട്രേറ്റ് AgNO3യും സോഡിയം ക്ലോറൈഡും കൂടി റിയാക്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് സിൽവർ ക്ലോറൈഡ് ഉണ്ടായി, പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടായി, AgCl എന്ന് പറയുന്ന സിൽവർ ക്ലോറൈഡ് ഉണ്ടായി. ഈ സിൽവർ ക്ലോറൈഡ് ആണ് നമ്മളുടെ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് സിൽവർ ആയിട്ട് മാറി. അതായത് സിൽവറായി, സിൽവർ ക്ലോറൈഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് സിൽവർ ആയിട്ട് മാറി. ആ സിൽവർ കാരണമാണ് ഈ ഒരു കോട്ടൺ ഒരു ബ്ലാക്കനിങ് ഉണ്ടായത്, ഒരു കറുത്ത കളർ ഉണ്ടാവാനായിട്ടുള്ള കാരണം. ഓക്കെ. അപ്പോൾ സിൽവർ ക്ലോറൈഡ് സിൽവർ ആയിട്ട് മാറിയതാണ് ആ കറുത്ത കളറിന് കാരണം. അപ്പോൾ ഇവിടെ പണി പറ്റിച്ചത് ലൈറ്റാണ്. അതുകൊണ്ടാണ് കറുത്ത പേപ്പർ വെച്ച് പൊതിഞ്ഞു വെച്ച കോട്ടൺ ഒന്നും സംഭവിക്കാതിരുന്നത്. അതിന് ലൈറ്റ് കൊണ്ടില്ല, ബ്ലാക്ക് പേപ്പർ അല്ലേ, ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റിയില്ല. മറ്റേയാൾ തുറന്നിരുന്നപ്പോൾ അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഈ റിയാക്ഷൻ സംഭവിച്ച് സിൽവർ ഉണ്ടായി, അത് കറുത്തുപോയി. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ലൈറ്റ് എനർജിയാണ് ആ ഒരു റിയാക്ഷന് കാരണക്കാരനായത്. അതേപോലെ ലൈറ്റ് എനർജി കാരണം നടക്കുന്ന ഒരു വലിയ റിയാക്ഷൻ നമുക്കറിയാലോ, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഏതാ? ഫോട്ടോ സിന്തസിസ്. അപ്പോൾ ഈ ഫോട്ടോ എന്നുള്ള വാക്ക് കണ്ടാൽ ഓർത്തോണം, അതൊരു ഗ്രീക്ക് വാക്കിൽ നിന്ന് എടുത്തൊരു വാക്കാണ്. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പിക്ചർ ഇമേജ് എന്നാണ് മീനിങ്. ശരിക്കും ഒരു ഫോട്ടോ എന്നുള്ളതിൻ്റെ മീനിങ് ലൈറ്റ്, സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് ഫോട്ടോ എന്നാൽ. അപ്പോൾ ഈ ഫോട്ടോ സിന്തസിസിൽ എന്താ സംഭവിക്കുക? ചെടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ഉപയോഗിച്ച്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും അവിടെ സംഭവിക്കുന്നത്, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ ചെടിക്കൊക്കെ, ഈ ചെടി ഈ വെള്ളത്തിനെ അബ്സോർബ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. അപ്പോൾ ഈ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടി റിയാക്ട് ചെയ്യും. ആരുടെ സഹായത്തിൽ? നമ്മുടെ സണ്ണിൻ്റെ സഹായം. സണ്ണ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുമല്ലോ. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ
ഇവര് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു. ഈ ഓക്സിജൻ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? പുറത്തേക്ക് പോകും. ഈ ഗ്ലൂക്കോസിനെ ചെടി സ്റ്റോർ ചെയ്ത് വെക്കും. ഇതാണ് ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത്. പക്ഷെ ഇവിടുത്തെ മെയിൻ ആളാരാ? സൺലൈറ്റ് ആണ്. ലൈറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിന്റെ റിയാക്ടൻസ് ആരൊക്കെയാടാ? ആരൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്തത്? കാർബൺ ഡയോക്സൈഡും വാട്ടറും. കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ എഴുതുക, റിയാക്ടൻസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. പ്രൊഡക്ട്സ് ആരൊക്കെയാണ്? അതിന്റെ ഫലമായിട്ട് ഉണ്ടായത്? നമ്മുടെ ഗ്ലൂക്കോസും ഓക്സിജനും അല്ലേ? മറ്റേ റീലൊക്കെ കണ്ടില്ലേ, ഗ്ലൂക്കോസ് പൊടിയെന്ന്. ഗ്ലൂക്കോസും ഓക്സിജനും. ഇവിടെ ഉണ്ടായ ഗ്ലൂക്കോസിനെ ചെടി സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ പ്ലാന്റിൽ പലയിടത്തായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, നമുക്കറിയാം ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം, ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്, ഇവിടെ ജീവൻ നിലനിൽക്കുന്നത്. ചെടി ഇത് ഈ ഒരു റിയാക്ഷൻ നടന്ന് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അത് നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലേ? ഇതില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള എനർജി ഏതാണ്? മുമ്പ് നമ്മൾ എഴുതിയ പോലെ ലൈറ്റ് എനർജി, പ്രകാശോർജമാണ്. പ്രകാശമില്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ഇല്ല അല്ലെ? ലൈറ്റ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നടന്ന എനർജി കൺവേർഷൻ, എന്ത് എനർജി ആയിട്ട് മാറിയടാ? ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറി. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റി. മനസ്സിലായോ? ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയി മാറി. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ രണ്ട് റിയാക്ഷൻസിലും ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും റിയാക്ഷൻ ലൈറ്റ് എനർജിയെ പുറത്തേക്ക് വിടുന്ന ഏതെങ്കിലും സന്ദർഭങ്ങൾ നിങ്ങൾക്കറിയാമോ? ഒന്നാലോചിച്ച് നോക്കി. ഇവിടെ ഡയഗ്രം ഉണ്ട് അല്ലേ? ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് എനർജി പുറത്തേക്ക് വിടുന്ന ഒരു റിയാക്ഷൻ എക്സാമ്പിള്. നമ്മുടെ മിന്നാമിനിങ്ങിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ പവർ കട്ടിന്റെ സമയത്തൊക്കെ കുറേ കാണുമായിരുന്നു ആ ഇരുട്ടത്ത്. ഇപ്പൊ കുറേ നാളായി ഞാനും കണ്ടിട്ട് ഈ ഫയർഫ്ലൈ. അപ്പോൾ അവിടെ ലൈറ്റ് പുറത്തേക്കാണ് വിടുക. അപ്പോൾ അവിടെ എന്തോ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അവിടെ ഒരു റിയാക്ഷൻ നടന്നിട്ടാണ് ഫയർഫ്ലൈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ഫയർഫ്ലൈയുടെ ഉള്ളിലുള്ള ഒരു കെമിക്കലാണ് ലൂസിഫറിൻ. ലൂസിഫർ അല്ല, ലൂസിഫറിൻ. ഈ ലൂസിഫറിൻ UV റേസിനെ അബ്സോർബ് ചെയ്യും. വെറുതെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഒരു എൻസൈമിന്റെ സഹായത്തിലാണ്. ആൻഡ് ദാറ്റ് എൻസൈം ഈസ് കോൾഡ് ലൂസിഫറേസ്. അതിൻ്റെ ബോഡിയിലുള്ള ഒരു എൻസൈമാണ് കേട്ടോ ഈ ലൂസിഫറിനും. ലൂസിഫറേസിന്റെ സഹായത്തോടു കൂടി ലൂസിഫറിൻ UV ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് വിസിബിൾ ലൈറ്റ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. UV ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ബയോലൂമിനസെൻസ് എന്ന് വിളിക്കും. ബയോലൂമിനസെൻസ്, ഈ ഒരു പ്രതിഭാസത്തിനെ നമ്മൾ ബയോലൂമിനസെൻസ് എന്ന് വിളിക്കും. ഫയർഫ്ലൈ മാത്രമല്ല, വേറെ ചില ആൾക്കാരൊക്കെ ഈ ബയോലൂമിനസെൻസ് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരാം. ഇനി ഈ ഫയർഫ്ലൈക്ക് എന്തോരം ഓക്സിജൻ അതിൻ്റെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുവഴി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യും. ഇപ്പോൾ നന്നായിട്ട് ഓക്സിജൻ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ നല്ല വെളിച്ചം ഉണ്ടാവും, കുറച്ചാണെങ്കിൽ കുറച്ച് വെളിച്ചം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇനി ഇതേപോലെ ഫയർഫ്ലൈനെ പോലെ ബയോലൂമിനസെൻസ് കാണിക്കുന്ന വേറൊരാളെ നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? സിനിമയിലൊക്കെ ഈ കവരെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കവരടിച്ച് കിടക്കണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ കൈ വെള്ളത്തിലൊക്കെ നമ്മൾ കൈ ഇങ്ങനെ ഇതാക്കുമ്പോഴേക്ക് നീല കളറിൽ കാണുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ആക്ച്വലി അവിടെ ഒരു ആൽഗെ ഉള്ളത് കൊണ്ടാണ്, ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു സാധനം അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ കളർ വരാൻ കാരണം. അതേപോലെ ഇത് മാത്രമല്ല, ചില ജെല്ലി ഫിഷുകൾക്ക്, അതേപോലെ മറൈൻ ഓർഗാനിസത്തിനൊക്കെ ഇതേപോലെ ചില കൂണുകൾ, ഇതൊക്കെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടന്ന് അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ ബയോളജിക്കലായിട്ടുള്ള സംഭവങ്ങളുടേതായതുകൊണ്ട് നമ്മൾ ബയോലൂമിനസെൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യല്ല, ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ
ഇവിടെ ഏത് എനർജി ആയിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്? ലൈറ്റ് ആയിട്ട്. അപ്പൊ ചില റിയാക്ഷൻസിന് ലൈറ്റ് എനർജി വേണം, അബ്സോർബ് ചെയ്യണം. ചില റിയാക്ഷൻസിന്റെ ഫലമായിട്ട് ലൈറ്റ് എനർജി പുറത്തേക്ക് വിടും. അതായത് ഇപ്പൊ മിന്നാമിന്നിങ്ങയുടെ കാര്യം പറഞ്ഞതുപോലെ. അപ്പൊ ഇങ്ങനെയുള്ള ലൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. തെർമോ കെമിക്കൽ റിയാക്ഷൻ പറഞ്ഞതുപോലെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, ലൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചില മരുന്നുകളൊക്കെ മേടിക്കുമ്പോഴേ അത് ബ്രൗൺ കളറിലുള്ള കുപ്പിയിലായിരിക്കും നമുക്ക് മേടിക്കാൻ കിട്ടുക. എന്താണ് കാരണം എന്ന് ചോദിക്കാം. ഈ മെഡിസിനിൽ, നമ്മൾ മേടിക്കുന്ന ഈ മെഡിസിനിൽ കുറേ വേറെ കെമിക്കൽസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണല്ലോ മെഡിസിൻ ഉണ്ടാക്കുന്നത്. ആ കെമിക്കൽസ് ആരെങ്കിലും ഒക്കെ ലൈറ്റിനെ ഇഷ്ടമില്ലാത്തവരായിരിക്കും. ഇഷ്ടമല്ലെന്നല്ല, ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. അപ്പൊ അങ്ങനെ മാറിയിട്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോൾ പനിയുടെ മരുന്ന് മേടിച്ചിട്ട് അടുത്ത ദിവസം അത് വേറെ ഏതെങ്കിലും മരുന്നായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അവരെ ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ബ്രൗൺ കളർ ബോട്ടിലുകൾ ഉപയോഗിക്കുക. മനസ്സിലായല്ലോടെ? അപ്പൊ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന ആൾക്കാർ ആ മെഡിസിനിൽ ഉണ്ടാകും. അങ്ങനെ നമുക്ക് മെഡിസിൻ, നമ്മൾ വാങ്ങിച്ച മെഡിസിൻ അതിന് തന്നെ ഉപയോഗിക്കേണ്ടതല്ലേ. അപ്പോൾ ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ബ്രൗൺ കളർ ബോട്ടിൽസ് ഉപയോഗിക്കുക. അതേപോലെ ശ്രദ്ധിച്ചേക്കണം, സിൽവർ നൈട്രേറ്റ് AgNO3 നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലുകളിൽ ഉപയോഗിക്കില്ല. ഇതേപോലെയുള്ള ബ്രൗൺ കളർ ബോട്ടിലുകളിലെ സിൽവർ നൈട്രേറ്റ് ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്. സിൽവർ നൈട്രേറ്റും ലൈറ്റിനെ കണ്ടാൽ പ്രശ്നക്കാരനാകും. ഓക്കെ, അത് ഡീകമ്പോസ് ചെയ്യും. ഈ ഡീകമ്പോസ് എന്നുള്ള ഒരു വാക്കിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ മക്കളെ? അതായത് ഡീകമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂള് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് വേറെ ചെറിയ വേറെ ആൾക്കാരായിട്ട് മാറുന്നതാണ്. അതിനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ. വലിയൊരു മോളിക്യൂള് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയി മാറുന്നതിനെയാണ് ഡീകമ്പോസിഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ബ്രൗൺ കളർ ബോട്ടിലുകൾ ഉപയോഗിക്കുക. അപ്പോൾ ലൈറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ 2 ടൈപ്പ് റിയാക്ഷൻസ് ഇതുവരെ പഠിച്ചു. ഇനി അടുത്ത ആളാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ആരാണ് ഇവിടുത്തെ താരം? ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഡയഗ്രാം കണ്ടോ? നമ്മൾ ബാറ്ററി സെൽ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അല്ലേ? ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ വിളിക്കുന്ന പേരാണ് ഡ്രൈ സെൽസ്. നമ്മൾ റിമോട്ടിലൊക്കെ ബാറ്ററി ഇടില്ലേ, നമ്മൾ ബാറ്ററി എന്ന് വിളിക്കും. ആക്ച്വലി ഒരു ഡ്രൈ സെൽസ് എന്ന് വിളിക്കാം. ഇനി എന്താണ് അവരുടെ ഉപയോഗം? നമുക്ക് ചില ഡിവൈസുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം അല്ലേ? ഒരു പവർ കൊടുക്കണം, കറണ്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ സെൽസ് ഉപയോഗിക്കുക. ഇനി ഇവിടെ ഒരു ഡ്രൈ സെൽ എടുത്ത് ഇങ്ങനെ പൊളിച്ചു വെച്ചേക്കുന്ന ഒരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തൊക്കെയാണ് ഡ്രൈ സെല്ലിന്റെ പാർട്സ് എന്ന്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇൻസുലേഷൻ. നമ്മൾ മേടിക്കുമ്പോൾ പുറത്തൊരു കവറിങ് പോലെ ഉണ്ടാവില്ല, അതാണ് ഇൻസുലേഷൻ. പിന്നെ ഒരു അമോണിയം ക്ലോറൈഡിന്റെ പേസ്റ്റ് ഉള്ളിലുണ്ട്. ഒരു സിങ്കിന്റെ കണ്ടെയ്നർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്. ഒരു കാർബൺ റോഡ്, കാർബണിൻ്റെ ഒരു ദണ്ട് ഉള്ളിലുണ്ട്. മഗ്നീഷ്യം ഡയോക്സൈഡും കാർബണിൻ്റെ പൗഡറൊക്കെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഡ്രൈ സെല്ലിൻ്റെ പാർട്ട്. ഓക്കെ, ബാക്ടറിയും സെല്ലും ഒന്നാണോ? ഇവിടെ ഇല്ലെങ്കിലും ഞാൻ ചോദിക്കുന്നതാണ്. സെല്ലുകൾ കൂടിച്ചേരുമ്പോഴാണ് ബാറ്ററി ഉണ്ടാവുക. ഓക്കെ, സെല്ലുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് വിളിക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇതാണ് ഡ്രൈ സെല്ലിൻ്റെ പാർട്സ്. ഒന്ന് നോക്കിയാൽ മതി. ഇനി ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബാറ്ററി. അപ്പം നിങ്ങൾക്ക് ഈ പാർട്സ് നോക്കുമ്പോൾ തന്നെ അറിയാം, നോക്കിയാൽ കെമിക്കൽസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചേക്കണത്. അപ്പം ഇവിടെ ഈ കെമിക്കൽസ് എന്തോ പണി ഒപ്പിക്കുന്നുണ്ട്. അപ്പം ഈ കെമിക്കൽസ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ റിയാക്ഷന്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഇലക്ട്രിസിറ്റിക്ക് കാരണക്കാരൻ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ ഡ്രൈ സെല്ലിൽ എന്ത് എനർജി എന്തായിട്ട് മാറുകയാണ്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ്. ഇൻ ഡ്രൈ സെൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ നമ്മളുടെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കൂലേ, ആ സമയത്ത് ഈ മൊബൈലിൻ്റെ ബാറ്ററിയിൽ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നമ്മളുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, മനസ്സിലായി? അപ്പോൾ ഏത് ബാറ്ററി ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കെമിക്കൽസ് നിറച്ചിട്ടുണ്ട്. അവിടെ ഒരു റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷൻ്റെ ഫലമായിട്ട് ആ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു ആക്ടിവിറ്റി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിൽ
കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ, അതായത് നല്ല ഉപ്പ് വെള്ളം, നല്ല കട്ടിയായിട്ടെന്ന് പറഞ്ഞാൽ കുറേ ഉപ്പ് കലക്കിയ ഉപ്പുള്ളത്, അതാണ് കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ. അതിലേക്ക് ഫിനോഫ്താലിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം, 2-3 തുള്ളി. ആരാടെ ഫിനോഫ്താലിൻ ഇൻഡിക്കേറ്റർ? കേട്ടിട്ടുണ്ടാ നിങ്ങൾ? പുള്ളി എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് 2 ബീക്കറിൽ, ഒരു ബീക്കറിൽ ആസിഡും തന്നു, വേറൊരു ബീക്കറിൽ ബേസ് അല്ലെങ്കിൽ ആൽക്കലി തന്നു. ഫിനോഫ്തലിൻ എന്ന് പറയുന്നൊരു വെള്ളം പോലുള്ളൊരു സൊല്യൂഷൻ നിങ്ങളുടെ അടുത്ത് തന്നു. എന്നിട്ട് നിങ്ങളോട് പറയാണ്, ഒന്നും ചെയ്യണ്ട, ഇതിൽ ഏതാണ് ആസിഡ്, അപ്പോൾ കാണാൻ രണ്ടും ഒരേപോലെ ഇരിക്കണം എന്ന് വിചാരിക്കും. ഏതാണ് ആസിഡ് ഏതാണ് ആൽക്കലി എന്ന് നിങ്ങളോട് കണ്ടുപിടിക്കണം. നിങ്ങളുടെ കയ്യിലുള്ളത് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ മാത്രമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫിനോഫ്തലിൻ 2-3 തുള്ളി 2 ബീക്കറിലേക്ക് ഇട്ട് നോക്കാം. ഏത് ബീക്കറിലാണോ പിങ്ക് കളർ കാണുന്നത് അതാണ് ആൽക്കലി. അപ്പോൾ ആൽക്കലി അല്ലെങ്കിൽ ബേസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് ഫിനോഫ്തലിൻ. അപ്പോൾ ഇവിടെ ഉപ്പ് കലക്കിയ വെള്ളത്തിൽ നമ്മൾ ഫിനോഫ്തലിൻ ഇട്ട് വെച്ചു. അതിനുശേഷം അതിലേക്ക് ഈ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ കോപ്പർ വയർ കണക്ട് ചെയ്തിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ഇതാണ് ബാറ്ററിയുടെ സിമ്പൽ. ഓക്കെ, ഇങ്ങനെ വരക്കുന്നതാണ് ബാറ്ററിയുടെ സിമ്പൽ. ഇതിൽ വലിയ വര പോസിറ്റീവാണ്, ചെറിയ വര നെഗറ്റീവാണ്. ഓക്കെ അല്ലേ? ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ ബാറ്ററി എന്തിനാണ് കണക്ട് ചെയ്യണത്? ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു. എന്താണ് ഒബ്സർവേഷൻ എന്ന് നമുക്ക് നോക്കാം. അത് ഈ ഡയഗ്രത്തിൽ തന്നെ ഉണ്ട്. എന്താവും? ആദ്യം നമ്മൾ സോൾട്ട് സൊല്യൂഷനിലേക്ക് ഫിനോഫ്തലിൻ ഇട്ടപ്പോൾ കളറൊന്നുമില്ല, വെറുതെ പച്ചവെള്ളം പോലെ തന്നെ ഇരുന്നത്. പക്ഷേ ഈ ബാറ്ററി കണക്ട് ചെയ്ത് നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ സൊല്യൂഷൻ പിങ്ക് കളറായിട്ട് മാറും. കളറില്ലാഞ്ഞ സൊല്യൂഷൻ പിങ്ക് കളറായിട്ട് മാറും. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു റിയാക്ഷൻ സംഭവിച്ചു. നമ്മൾ ഈ കറണ്ട് പാസ് ചെയ്തപ്പോൾ, ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോൾ, അതായത് ഈ ഉപ്പുവെള്ളത്തിന് നമ്മൾ കറണ്ട് അടുപ്പിച്ചപ്പോൾ ഉപ്പുവെള്ളത്തിന് ഡിസോസിയേഷൻ സംഭവിച്ചു. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിയുക, സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അങ്ങനെ അവിടെ പുതിയൊരു കെമിക്കൽ ഉണ്ടായി, ദാറ്റ് ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH എന്നുള്ളൊരു കെമിക്കൽ ഉണ്ടായി. ഇയാൾ കാരണമാണ് സൊല്യൂഷൻ പിങ്ക് ആയത്. കാരണം ഈ NaOH ഒരു ആൽക്കലിയാണ്. ആൽക്കലി ആണെങ്കിൽ ഫിനോഫ്തലിൻ പിങ്ക് കളർ കാണിക്കും. ഓക്കെ, ഫിനോഫ്തലിൻ ആൽക്കലിയിൽ പിങ്ക് കളർ കാണിക്കും, ഓർത്തിരിക്കണേ. അപ്പോൾ ഇവിടെ ഇതിന് കാരണക്കാരനായിട്ടുള്ള ആളാരാണ്? ഏത് എനർജിയാണ് ഈ ഒരു റിയാക്ഷൻ നടക്കാൻ കാരണം? ഉപ്പുവെള്ളത്തിനെ കറണ്ട് അടുപ്പിച്ചത് കൊണ്ടാണ് ഈ റിയാക്ഷൻ നടന്നത് അല്ലേ? അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് ഈ റിയാക്ഷന് കാരണമായിട്ടുള്ള ആൾ. ഇലക്ട്രിക്കൽ എനർജിയാണ് ഇതിന് കാരണക്കാരനായത്. ഓക്കെ, ഇവിടെ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്തു. നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് ആ റിയാക്ഷൻ സംഭവിച്ചത്. അങ്ങനെ നമ്മൾ കറണ്ട് അടുപ്പിച്ച് ഒരു സബ്സ്റ്റൻസിനെ ഡിസോസിയേറ്റ് ചെയ്യുക. അതായത് ഡിസോസിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡിസോസിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. മറന്നു പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇലക്ട്രോളിസിസ്? കറണ്ട് അടുപ്പിച്ച് ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യിക്കുക, അതിലുള്ള ആൾക്കാരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുക. അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ വെറുതെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ആസിഡ് ഒഴിച്ച വെള്ളത്തിലേക്ക് ഇതേപോലെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ, നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞാൽ H2O ആണ് അല്ലേ? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. വെറുതെ വെള്ളത്തിനെ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല, പറ്റൂല. പക്ഷെ ഈ വെള്ളത്തിനേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ, അതായത് വെള്ളത്തിനെ കറണ്ട് അടുപ്പിച്ചാൽ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനുമാക്കി അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ? അത് നിങ്ങൾ വീട്ടിൽ വെറുതെ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ആസിഡ് ഒഴിച്ച് ബാറ്ററി ഇട്ട് വെച്ചാൽ സംഭവിക്കുന്നതല്ല. അതിന് ചില എക്സ്പെരിമെൻ്റൽ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വെള്ളത്തിൽ H2, അതായത് ഹൈഡ്രജനും ഓക്സിജനും ഭയങ്കര സെറ്റായിട്ട് അവർ തിക്കായിട്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇലക്ട്രിക്കൽ എനർജി എന്നുള്ള ഒരാൾ അവിടെ വന്നപ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞു അല്ലെ, ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരുമിച്ചിരുന്ന ആൾക്കാർ
ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ഇലക്ട്രിസിറ്റി കാരണം ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് മാറി. എല്ലാവരും തമ്മിൽ പിരിഞ്ഞ് ഡിസോസിയേറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഇതിനെന്തിന് എക്സാമ്പിളാ? ഇതൊരു ഇലക്ട്രോളിസിസ് റിയാക്ഷൻ ആണ്. ഓക്കെ, ഇതേപോലെ ഒത്തിരി റിയാക്ഷൻസ് ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്ത് നടക്കുന്നുണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പരസ്യമൊക്കെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണം ഒക്കെ? അതായത് ഗോൾഡ് അല്ല, ഫുൾ ഗോൾഡ് അല്ല, ഗോൾഡ് കോട്ട് ചെയ്ത ഓർണമെന്റ്സ് മേടിക്കാൻ കിട്ടും. അതേപോലെ സ്പൂണുകൾ സിൽവർ കോട്ട് ചെയ്തിട്ടുള്ള, ഫുൾ സിൽവർ എടുത്തിട്ടല്ല, സിൽവർ അതായത് വേറെ മെറ്റലിൽ സിൽവർ കോട്ട് ചെയ്തിട്ടുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? ഓക്കെ, അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം, എൻ്റെ കയ്യിൽ ഒരു അയൺ ബാങ്കിൾ ഉണ്ട്. അയൺ ബാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ വള. എനിക്കത് ഇഷ്ടമല്ല, ഇരുമ്പിൻ്റെ വള എനിക്കിഷ്ടമല്ല. എനിക്കതിനെ കോപ്പർ കൊണ്ട് കോട്ട് ചെയ്യണം. ആരെ കൊണ്ട് കോട്ട് ചെയ്യണം? ഇരുമ്പിൻ്റെ വള എനിക്കിഷ്ടമല്ല. അപ്പം അതിന് കോപ്പർ കൊണ്ട് എനിക്കൊരു കോട്ടിങ് കൊടുക്കണം. അതെങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നോക്കാം. അപ്പം ഇവിടെ നോക്കിക്കേടാ, ഒരു ബീക്കർ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ കോപ്പറിൻ്റെ ഒരു കഷ്ണം, കോപ്പറിൻ്റെ ഒരു പ്ലേറ്റ്. ഇപ്പുറത്തെ സൈഡിൽ നമ്മളുടെ അയൺ ബാങ്കിൾ വള. ഇത് രണ്ടും കൂടെ മുക്കിയിട്ടേക്കുന്ന സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, CuSO4 എന്നാണ് ഫോർമുല. CuSO4 സൊല്യൂഷൻ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് സൊല്യൂഷനാണ് ബീക്കറിൽ എടുത്തേക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇനി കോപ്പർ പ്ലേറ്റ് ബാറ്ററിയുടെ ഏത് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്? ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. ഞാൻ പറഞ്ഞ വലിയ വര പോസിറ്റീവാണ്, ചെറിയ വര നെഗറ്റീവാണ്, മറക്കരുത്. കോപ്പർ എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് നോക്കിയടാ? പോസിറ്റീവ് ടെർമിനലിലേക്കാണ്, അല്ലയോ? ബാങ്കിൾ, നമ്മളുടെ വള ഏതോ ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്? നെഗറ്റീവ് ടെർമിനലിലേക്കാണ്, നെഗറ്റീവ് സൈഡിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ സ്വിച്ച്, ഇതാണ് സ്വിച്ച്, ഈ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഇടുന്നതിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചിനെ ഡിനോട്ട് ചെയ്യുക. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, എനിക്കിഷ്ടപ്പെടാതിരുന്ന ഈ വളയിൽ ഈ കോപ്പർ വന്ന് കോട്ട് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? കോപ്പർ വന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വെറുതെ മുക്കിയിട്ടിട്ട് കാര്യമില്ല. സ്വിച്ച് ഓൺ ആക്കണം, കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന കോപ്പറിൻ്റെ വള നമുക്ക് കിട്ടി. കോപ്പറിൻ്റെ വളയിൽ കോപ്പർ കോട്ട് ചെയ്ത വള നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എനിക്കിപ്പോൾ കോപ്പർ കോട്ട് ചെയ്തതുപോലെ എനിക്ക് സിൽവർ കോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വിച്ച് മെറ്റൽ പ്ലേറ്റ് ഷുഡ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ഇഫ് സിൽവർ ഇസ് ടു ബി കോട്ടഡ് ഇൻസ്റ്റെഡ് ഓഫ് കോപ്പർ? കോപ്പറിന് പകരം സിൽവർ കോട്ട് ചെയ്യണമെങ്കിൽ ഏത് മെറ്റൽ പ്ലേറ്റ് എടുക്കണം? സിൽവർ മെറ്റൽ എടുക്കണം, അല്ലേ? സിൽവർ പ്ലേറ്റ് എടുക്കണം. ഏത് മെറ്റൽ കൊണ്ടാണോ എനിക്ക് കോട്ട് ചെയ്യേണ്ടത് അയാളെ വേണം നമ്മൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാൻ. ഇനി നമ്മളൊരു വെള്ളത്തിൽ മുക്കിയല്ലേ ഇത് രണ്ടിനെ ഇട്ടേക്കണത്. ഈ സൊല്യൂഷൻ അതിൽ നമുക്ക് ഈ ഇഷ്ടമുള്ള, നമുക്ക് ഏത് മെറ്റലിനെയാണോ കോട്ട് ചെയ്യേണ്ടത് ആ മെറ്റല് ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണം എടുക്കാൻ. ഓക്കെ അല്ലേ? ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ വേണം എടുക്കാൻ. ഇപ്പം ഇവിടെ നോക്കിയടാ, കോപ്പറിനെയാണ് എനിക്ക് കോട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ട് കോപ്പറിനെ ഞാൻ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. ആ കോപ്പർ അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ വേണം ഇതൊക്കെ മുക്കിയിടാൻ. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയ കോപ്പറിൻ്റെ പ്ലേറ്റ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പം അതായത് സിൽവർ കോട്ട് ചെയ്യണമെങ്കിൽ സിൽവറിനെ പോസിറ്റീവിൽ കണക്ട് ചെയ്യണം, ഗോൾഡ് കോട്ട് ചെയ്യണമെങ്കിൽ ഗോൾഡിനെ പോസിറ്റീവിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, സിൽവർ ഇസ് ടു ബി കോട്ടഡ്, നമ്മൾ സിൽവറിനെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. ഏത് സൊല്യൂഷനും എടുക്കാമെന്ന് ചോദിച്ചാൽ സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിക്സ്ചർ എടുക്കാം. കണ്ട, അവിടെ സിൽവർ വേണം. ഓക്കെ, സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും സൊല്യൂഷൻ നമുക്ക് എടുക്കാം. ഇനി ഗോൾഡാണ് കോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഗോൾഡ് പ്ലേറ്റ് വേണം പോസിറ്റീവിലേക്ക് എടുക്കാൻ.
അപ്പോൾ അവിടെ ഏത് സൊല്യൂഷൻ എടുക്കാം? ഗോൾഡ് അടങ്ങിയ ഒരു സൊല്യൂഷൻ വേണം നമുക്ക് എടുക്കാൻ. ഫോർ എക്സാമ്പിൾ, ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡിൻ്റെയും മിക്സ്ചറിനെ നമുക്ക് എടുക്കാം. അപ്പോൾ മൂന്നും ചോദിക്കാം കേട്ടോ. കോപ്പറിനെ എനിക്ക് അയൺ ബാങ്കുകളിൽ കോട്ട് ചെയ്യണം. അപ്പോൾ ഏത് സൊല്യൂഷൻ എടുക്കാം? കോപ്പർ സൾഫേറ്റ്. സിൽവറിനെ എനിക്ക് കോട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിക്സ്ചർ എടുക്കാം. ഗോൾഡിനെ എനിക്ക് കോട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏത് സൊല്യൂഷനിലും മുക്കിയിടണം? ഗോൾഡ് സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിക്സ്ചറിൽ കോട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഓർത്തിരിക്കാൻ, ഈ പോസിറ്റീവിലേക്കാണോ നെഗറ്റീവിലേക്കാണോ എന്ന് ഓർത്തിരിക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി. അതായത് ഇപ്പോൾ എനിക്ക് ഇരുമ്പിൻ്റെ വള എനിക്ക് ഇഷ്ടമല്ലാഞ്ഞത് കൊണ്ടാണ് നമ്മൾ അതിനെ കോപ്പർ കൊണ്ട് കോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇഷ്ടമല്ലാത്ത നമ്മളുടെ വളയെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമായിട്ട് കണക്ട് ചെയ്തൂടെ? അയൺ ബാങ്കിളിനെ നെഗറ്റീവിൽ കണക്ട് ചെയ്യണം. കോപ്പർ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ കോപ്പറിനെ വെച്ച് കോട്ട് ചെയ്യാൻ പോണത്. അപ്പം ഇഷ്ടമുള്ള കോപ്പറിനെ ഞാൻ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, അപ്പോൾ തെറ്റിപ്പോവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മെറ്റലിനെ വേറൊരു മെറ്റലിൽ കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഓക്കെ, ഇലക്ട്രോപ്ലേറ്റിംഗ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി വേറൊരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് ബാറ്ററി. ലെമൺ കൊണ്ടുണ്ടാക്കിയ, നാരങ്ങകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബാറ്ററി. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കിട്ടും. നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, ശരിക്കും ലൈറ്റ് കത്തും. ചെറിയ LED ബൾബ് നമുക്ക് ഇത് വെച്ച് കത്തിക്കാനായിട്ട് പറ്റും. ഇവിടെ എന്താ സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യാവുന്നതാട്ടോ. അറേഞ്ച് ചെയ്യണം. അതായത് ഈ കുത്തി വെച്ചേക്കണ സാധനങ്ങൾ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ആണികളാണ്. ലെമണിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കോപ്പർ വയറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ LED ബൾബ് കത്തും. അപ്പം ഈ LED ബൾബ് കത്തണമെങ്കിൽ അവിടെ ഏത് എനർജി വേണോടാ? ഒരു ബൾബ് കത്തണമെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി വേണം, അല്ലേ? ഇലക്ട്രിക്കൽ എനർജി വേണം. ഇവിടെ ആരാണ് ഈ ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത ആള്? എന്താണ് ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സ്? ഇവിടെ സംഭവിക്കുന്നത്, നമ്മളുടെ ഈ ലെമണിൽ ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഇടുന്നുണ്ട. ലെമണിൽ ആ പുളിരസത്തിന് കാരണക്കാരനായിട്ടുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡിൽ ഈ ലെമണിലേക്ക് നമ്മൾ ഈ സിങ്കിനെയും കോപ്പറിനെയൊക്കെ കുത്തി വെച്ചേക്കണല്ലേ. അപ്പം ഇവർ മെറ്റൽസ് അല്ലേ. ഈ മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്യും. ലെമണിലുള്ള ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഇലക്ട്രിസിറ്റി കാരണമാണ് ആ LED ബൾബ് കത്തിയത്. ഓക്കെ, അപ്പോൾ ചില റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി ഉണ്ടാകും, അല്ലെ? കറണ്ട് ഉണ്ടായി. ഇപ്പം ഇവിടുത്തെ കേസിലാണെങ്കിൽ ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടായി. ചില റിയാക്ഷൻസ് നടക്കാൻ ഇലക്ട്രിസിറ്റി അബ്സോർബ് ചെയ്യണം. നമ്മളിപ്പോൾ വള കോട്ട് ചെയ്തില്ലേ, അപ്പോൾ അവിടെ നമ്മൾ കറണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് കോട്ടിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ചില റിയാക്ഷൻസിൽ അബ്സോർപ്ഷൻ നടക്കാം, ചില റിയാക്ഷൻസിൽ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെ? പുറത്തേക്ക് വിടാം. അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻസിന്, കെമിക്കൽ റിയാക്ഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. മനസ്സിലായോടെ? അപ്പോൾ 3 ടൈപ്പ് റിയാക്ഷൻസ് നമ്മൾ ഇതുവരെ പഠിച്ചു. തെർമോ കെമിക്കൽ റിയാക്ഷൻ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അങ്ങനെ പല ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഇതിലൊക്കെ പല എനർജി ആയിരിക്കും അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ. സബ്സ്റ്റൻസുകൾ കത്തുന്നു. വസ്തുക്കൾ കത്തുമ്പോൾ പുറത്തേക്കാണ് ചൂട് വരിക, അല്ലേ? എന്തെങ്കിലും കത്തിക്കുമ്പോൾ പുറത്തേക്ക് ചൂട് വരിക. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? എക്സോതെർമിക് എന്ന് വിളിക്കാം. നമ്മൾ പഠിച്ചായിരുന്നു, അല്ലേ? എക്സോതെർമിക് എന്ന് വിളിക്കാം. ചില സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഡീകമ്പോസിഷൻ സംഭവിക്കും. നമ്മൾ ഹീറ്റ് അങ്ങോട്ടേക്ക് കൊടുത്ത് ആ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ചില സബ്സ്റ്റൻസുകൾക്ക് മാറ്റം സംഭവിക്കാം. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിന് നമ്മൾ എൻഡോതെർമിക് എന്ന് വിളിച്ചു. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് വിളിക്കാൻ പറ്റുന്ന പേരാണ് എന്തടാ? തെർമോ കെമിക്കൽ റിയാക്ഷൻ, അല്ലെ? തെർമോ കെമിക്കൽ റിയാക്ഷൻ. മനസ്സിലായല്ലോ? ഇനി ബയോലൂമിനസെൻസ് നമ്മൾ പറഞ്ഞു. ഫയർഫ്ലൈയുടെയും കവരിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്ത് റിയാക്ഷനാ? ഫോട്ടോ കെമിക്കൽ
റിയാക്ഷൻ അല്ലേ? ഇനി ലെമൺ കൊണ്ട് നമ്മൾ ഒരു സെല്ലുണ്ടാക്കി, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു, അതുകൊണ്ട് ആ ബൾബ് കത്തി അല്ലേ? ഇനി സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോളിസിസ്, കറണ്ട് എടുപ്പിക്കണം, ഇലക്ട്രോളിസിസ് നമ്മൾ നടത്തിയപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി അങ്ങോട്ടേക്ക് കൊടുത്തു. ആ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് അവിടെ ആ റിയാക്ഷൻ നടന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ. ഇവർ രണ്ടുപേരും നമുക്ക് ഒരുമിച്ച് എന്ത് പേര് വിളിക്കാം? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ മനസ്സിലായോ? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഈ 3 ടൈപ്പ് റിയാക്ഷൻസ് മറക്കരുത് അല്ലേ? നമ്മളുടെ ഡെയിലി ലൈഫിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി റിയാക്ഷൻസ് ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ഫോട്ടോ കെമിക്കൽ ആണെങ്കിലും ഇലക്ട്രോ കെമിക്കൽ ആണെങ്കിലും തെർമോ കെമിക്കൽ റിയാക്ഷൻസ് ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതോടെ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ലെറ്റർ സക്സസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് കണ്ട് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ? എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.